നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. അതികഠിനമായ ചൂട് കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പലരും. ചൂടിന്റെ കാഠിന്യം ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ കാലാവസ്ഥയിൽ പലരും നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയല്ല. അത് തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. തലച്ചോറിന്റെ ചൂടിനോടുള്ള ശാരീരിക പ്രതികരണത്തിന്റെ ഫലമാണ് വേനൽക്കാലത്തെ മൈഗ്രെയിൻ. ശരീരത്തിലുണ്ടാകുന്ന തെർമോ റെഗുലേഷൻ എന്ന പ്രക്രിയയാണ് വേനൽക്കാലത്തെ മൈഗ്രെയിനുകൾക്ക് പിന്നിലെ പ്രധാന ഘടകമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അന്തരീക്ഷ താപനില ഉയരുമ്പോൾ ചൂടില്ലാതാക്കുന്നതിനായി തലച്ചോറ് രക്തക്കുഴലുകൾ വികസിക്കുവാൻ സിഗ്നൽ നൽകുന്നു. ഈ പ്രക്രിയയെ വാസോഡിലേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൈഗ്രെയിൻ സാധ്യതയുള്ളവരിൽ ഇത് തലച്ചോറിലെ സെൻസിറ്റീവ് നാഡിയേറ്റങ്ങളെ ഉത്തേജിപ്പിക്കുകയും വേദനയ്ക്ക് കാരണമാക്കുകയും ചെയ്യുന്നു. മൈഗ്രെയിൻ സാധ്യതയുള്ളവരിൽ ഇത്തരം പാരിസ്ഥിതിക മാറ്റങ്ങൾ കൂടുതൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് നിർജ്ജലീകരണം മൈഗ്രെയിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ശരീരത്തിലെ ജലാംശം 2% കുറവ് പോലും തലച്ചോറിലെ ടിഷ്യൂ ചുരുങ്ങുവാൻ കാരണമാകും. ഇത് തലയോട്ടിയിൽ നിന്ന് അകന്നു പോവുകയും വേദന റിസപ്റ്ററുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മൈഗ്രെയിൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം 11 മണിക്കും 4 മണിക്കും ഇടയിലുള്ള കഠിനമായ സൂര്യപ്രകാശമാണ്. ഇത് വിഷ്വൽ കോർട്ടെക്സിനെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ ചൂട് കാരണമുള്ള മോശം ഉറക്കത്തിനു പുറമെ ഇതുകൂടിയാകുമ്പോൾ മൈഗ്രെയിന്റെ തീവ്രത കൂടുന്നു. തലവേദനയായി രൂപാന്തരപ്പെടുന്നത് കൊണ്ട് തന്നെ മൈഗ്രെയിനുകളെ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന മൈഗ്രെയിൻ സാധാരണയായി 12 മുതൽ 24 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഇത് ക്ഷീണം, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, കഴുത്തിന് കാഠിന്യം അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള ആസക്തി എന്നിവ ഉണ്ടാക്കാം. തല അനങ്ങിയാൽ പോലും വേദന വഷളാകും. ഓക്കാനം, പ്രകാശ സംവേദന ക്ഷമതയില്ലായ്മ എന്നിവയുണ്ടാക്കാം. വെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് മൈഗ്രെയിൻ തലവേദന മാറണമെന്നില്ല. രോഗിയെ ആദ്യം തണുപ്പുള്ളതും ഇരുണ്ടതും ശാന്തവുമായ ഒരു മുറിയിൽ കിടത്തുവാൻ ശ്രദ്ധിക്കണം. തുടർന്ന് വെള്ളമോ ഇലക്ട്രോലൈറ്റുകളോ ഉപയോഗിച്ച് ഓറൽ ഡീഹൈഡ്രേഷൻ ചെയ്യണം. റിപ്റ്റാനുകൾ നേരത്തെ കഴിക്കുന്നത് ഫലപ്രദമാണ്. വേനൽക്കാലത്ത് മൈഗ്രെയിൻ ഒഴിവാക്കുവാൻ ദിനചര്യയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സഹായകരമാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്തുവാൻ മതിയായ വെള്ളം കുടിക്കുക. കഠിനമായ ചൂടുള്ള സമയങ്ങളിൽ പുറത്തു പോകുന്നത് പരിമിതപ്പെടുത്തുക. ഭക്ഷണം ഒഴിവാക്കാതെ ലഘുവായ ഭക്ഷണം കഴിക്കുക. ജലാംശം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തുക. കൂടാതെ സ്ഥിരമായ ഉറക്കക്രമം പാലിക്കുക എന്നിവ പ്രധാനമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൂടുകൊണ്ടുള്ള തലവേദന എന്ന് നാം കരുതുന്ന പല സാഹചര്യങ്ങളിലും അത് മൈഗ്രെയിൻ ആയിരിക്കാം. ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകുന്നത് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കിയേക്കാം. അതിനാൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കി സമയത്ത് തന്നെ ശ്രദ്ധ ചെലുത്തുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം.